ലൈവിലിപ്പോ ആദില, നൂറ, അതുപോലെ രേണു സുധി, നമ്മുടെ ഷാനവാസ് ഇവരെല്ലാവരും കൂടെ ഇരുന്ന് ചർച്ച ചെയ്യാണ് ട്ടോ. നല്ല ചൂടൻ ചർച്ചയാണ്. ചർച്ച വേറെ ഒന്നുമല്ല. അനുമോൾ പറഞ്ഞ ആ കാര്യമുണ്ടല്ലോ, രേണുവിന്റെ തലയിൽ പേനരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. അപ്പൊ ഷാനവാസ് രേണുവിന് പറഞ്ഞു കൊടുക്കുകയാണ്, "നീ ആ വിഷയം വിട്, അതിൽ തന്നെ കേറി പിടിക്കല്ലേ. ഫസ്റ്റ് ആ ഒരു സെപ്റ്റിക് ടാങ്കിന്റെ വിഷയമുണ്ടായി. നീ അതിൽ തന്നെ കേറി പിടിച്ച് അത് വലിയ വിഷയമായി മാറി. അതുപോലെ ഈ വിഷയം അങ്ങ് വിട്" എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ആദില പറയുന്നുണ്ട്, "ഒരുപക്ഷെ ഇത് പുറത്ത് പോയിട്ടില്ലെങ്കിലോ" എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് രേണുസുതി പറയുന്നുണ്ട്, "എന്റെ കാര്യമല്ലേ, എന്തായാലും ഇക്കാര്യങ്ങൾ പുറത്ത് പോയിട്ടുണ്ടാകും" എന്ന് രേണുസുതി പറയുന്നുണ്ട്. എന്തായാലും രേണുസുതി ആ സമയത്ത് പറയുന്നുണ്ട്, "ഇതോടെ ഞാൻ ആ പ്രശ്നം വിട്ടു" എന്ന് പറയുന്നുണ്ട്. "ഇന്നത്തെ ഒരു ദിവസം ഞാനിപ്പോ ചൊറിഞ്ഞിട്ടേ ഇല്ല. ഇനി അതൊരു ആറ്റിറ്റ്യൂഡ് ആണ് എന്ന് പറയണ്ട എന്ന് കരുതി ഞാൻ അതും നിർത്തി" എന്ന് പറയുന്നുണ്ട്. എന്തായാലും രേണുസുതി വളരെ വിഷമത്തോടു കൂടെ എനിക്ക് പുറത്ത് പോകണം എന്നൊക്കെ ബിഗ് ബോസിനോട് പറയാനുള്ള കാരണമുണ്ടായിരുന്നു. മറ്റേ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോളും ശൈത്യയും രേണുവിനെ കുറിച്ച് വൃത്തിയില്ല, ഹൈജീൻ കുറവാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ ഹൗസിൽ ഷാനവാസും ആദിലയും തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.